ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില കളവന്മാർ സുന്ദരിമാരായ പെൺപിള്ളേരോടെ നൃത്തം വയ്ക്കുന്നത് കാണാൻ പറ്റില്ലേ? എന്തോ ഇൻസെക്യൂരിറ്റി ഉണ്ട്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന യങ് ജനറേഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ചുറ്റുമുള്ള ഗേൾസ് എന്ന് പറയുന്നത് പലപ്പോഴും അയാൾക്ക് വേണ്ടിയാണെന്ന് നിർബന്ധമല്ല. ഈ പറയുന്ന വ്യക്തികളുടെയൊക്കെ പഞ്ചാര വർത്തമാനം കേട്ട് ഇയാളുടെയൊക്കെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളോർക്കും ഇതൊരു ഒറ്റ പ്രാവശ്യമുള്ളൊരു പരിപാടിയാണെന്ന് ഓർക്കും. ഒന്ന് പോയി കാണുന്നു, അവരുടെ കൂടെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിക്കുന്നു, ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഡ്രഗ് അടിക്കുന്നു, തിരിച്ചു വരുന്നു. തെറ്റിപ്പോയി. ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവരുടെ നിശബ്ദത എന്ന് പറയുന്നത് നിങ്ങളുടെ മൂല്യങ്ങളെ വിലപേശാൻ പ്രേരിപ്പിക്കും. ആ വിലപേശലിന് ഒരുപാട് ആയുസ്സുണ്ടാവത്തില്ല. അങ്ങനെ നിങ്ങളുടെ അതിരുകൾ എന്ന് പറയുന്നത് ചെറുതായി പോകും. അങ്ങനെ പതുക്കെ നിശബ്ദമായി നിങ്ങളുടെ പ്യൂരിറ്റി എന്ന് പറയുന്നത് നിലമ്പൊത്താൻ തുടങ്ങും. ഫിസിക്കലി, മെൻ്റലി, സെക്ഷുവലി ആൻഡ് സ്പിരിച്വലി. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീഡം. നിങ്ങൾ പലപ്പോഴും ചെല്ലുന്നത് ഒരു ലക്ഷറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടായിരിക്കും. 3 hours 4 hours അല്ലെങ്കിൽ ഒരു ദിവസം. പക്ഷേ നിങ്ങൾ ചെന്നെത്തുന്നത് ഒരു ട്രാപ്പിലായിരിക്കും. ദിസ് ഈസ് എ മെട്രിക്സ്. മനസ്സിലായോ? നമ്മൾ ആ മെട്രിക്സിൽ ട്രാപ്പിലായി പോകും.